പശുക്കടത്തുകാരനെന്ന് തെറ്റിദ്ധരിച്ച് ഹരിയാനയിൽ 12ാം ക്ലാസ്സുകാരനെ ഗോരക്ഷകർ വെടിവെച്ചു കൊന്നു. ഈ ഒരു വാർത്ത ഇതിനോടൊപ്പം നിങ്ങൾ അറിഞ്ഞു കാണും. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഈ ഒരു വാർത്തയിൽ എനിക്ക് സ്ട്രൈക്കായ ഒരേ ഒരു വാക്കാണ് തെറ്റിദ്ധരിച്ച് വെടിവെച്ചു കൊന്നു. തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ ഇവനൊക്കെ എവിടുന്ന് ധൈര്യം വന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ നാട്ടിലൊരു നീതിന്യായ വ്യവസ്ഥയുണ്ടല്ലോ, ആ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഇവനൊക്കെ എങ്ങനെ പേടിയില്ലാതായി? 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയിൽ ഒരാളെയാണ് ഇവനൊക്കെ കൊന്നുകളഞ്ഞത്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പശുക്കടത്ത് ആരോപിച്ചും പശുവിനെ തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വെട്ടിക്കൊല്ലാനും കത്തിച്ചു കൊല്ലാനും ഇപ്പോൾ വെടിവെച്ച് കൊല്ലാനും തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഘടനയെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ ബാൻ ചെയ്യുന്നില്ല? നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ഇതുപോലെയുള്ള സംഘടനകളെ എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു? ആർക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നു? എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത ഇനി ഒരിക്കലും നമ്മൾ കേൾക്കാൻ ഇട വരാതിരിക്കട്ടെ. അത് ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും ഇത് ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഈ ന്യൂസ് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു വാർത്ത മറ്റുള്ള രാജ്യക്കാർ കേൾക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് അവരുടെ ഉള്ളിൽ വരുന്ന ഒരു കാഴ്ചപ്പാടൊന്ന് ചിന്തിച്ചു നോക്കി. എന്തായാലും ഇത് ചെയ്തവന്മാർക്ക് തക്കതായ ശിക്ഷ